ആദ്യം തന്നെ നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയിലെ ക്യാരക്ടറൈസേഷൻ നോക്കാം. ഓൺലി 3 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആർ ദെയർ ഇൻ ദിസ് സ്റ്റോറി. ആരൊക്കെയാണ്? ഗ്രാൻഡ് മദർ, ദ ഹീറോ നറേറ്റർ. ദർ ഇസ് നോ നെയിം ഫോർ ദ ഹീറോ നറേറ്റർ. നറേറ്റർ ഹിംസെൽഫ് ഇസ് ദ ഹീറോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഹീറോ നറേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത്. പിന്നെ വേറൊരു മെയിൻ ക്യാരക്ടർ പറഞ്ഞു വെച്ചാൽ ദ ഗേൾ ഹു സെൽസ് ബാസ്കറ്റ്സ്. ആസ് ഇറ്റ് ഈസ് എ ലവ് സ്റ്റോറി, ദർ ഷുഡ് ബി എ ഗേൾ, റൈറ്റ്? ഓക്കെ, സോ ദ ഗേൾ ഈസ് എ സെല്ലർ ഓഫ് ബാസ്കറ്റ്സ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ. സോ ഈ സ്റ്റോറിയിൽ പറയുന്നത് ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോളി ഈസ് എ സ്റ്റോറി ഓഫ് അഡോളസെന്റ് ഇൻഫാക്ച്വേഷൻ പ്രസന്റഡ് വിത്ത് ഗ്രേറ്റ് സെൻസിറ്റിവിറ്റി. ആക്ച്വലി ഇറ്റ് ഇസ് എൻ അഡോളസെന്റ് ഇൻഫാച്വേഷൻ. ഓക്കെ, നമ്മുടെ ഓത്തർ ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന നിങ്ങളുടെ ഏജ് ആവുന്ന സമയത്ത് he was infatuated, that is he felt a kind of affection towards a girl. അപ്പോൾ അതൊരു ഡീപ്പ് ലവ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ he was infatuated with that girl. അപ്പം അത് ആ ഒരു ഏജ് ആയതുകൊണ്ട് തന്നെ എന്താണ്, he was very much involved in that love story. അതാണ് പറയുന്നത്. It expresses the narrator's love for a poor basket seller whom he encounters at a small station while on his way to Dehradun. അപ്പോൾ ഇയാളുടെ ഗ്രാൻഡ് മദർ താമസിക്കുന്നത് ഡെറാഡൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കോളേജിൽ നിന്ന് വെക്കേഷന് പോണ സമയത്താണ് ഇയാൾ ഒരു ഡിയോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് he met this girl for the first time who was selling baskets. Okay, നമ്മളെ ഫിലിമിലൊക്കെ കാണുകയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? And he meets the girl only twice, never to see her again, but she remains in his memory ever after. ആകെ 2 പ്രാവശ്യം മാത്രമാണ് കണ്ടിട്ടുള്ളത് ഈ ഗേളിനെ. ആലോചിച്ച് നോക്കൂ. ദാറ്റ് സെൻസ് ഓഫ് ലവ് വാസ് സോ ഡീപ്പ്. അപ്പോൾ പക്ഷേ ഇയാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ആ ഗേളിനെ മറക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഓതർ ഇങ്ങനെ എന്താണ് ഡെറാഡൂണിലേക്ക് പോണ സമയത്ത്, ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് വെക്കേഷന് പോണ സമയത്താണ് നമ്മൾ കാണുന്നത് ഗേളിന്. അതിൻ്റെ മുമ്പത്തെ ഒരു സ്റ്റോപ്പാണ് ഡിയോളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ചെറിയ സ്റ്റേഷനാണ്. ദ പ്ലാറ്റ്ഫോം ബോസ്റ്റഡ് ഓഫ് എ ടീ സ്റ്റാൾ, എ ഫ്രൂട്ട് വെൻഡർ ആൻഡ് എ ഫ്യൂ സ്ട്രേ ഡോഗ്സ്, നോട്ട് മച്ച് എൽസ്. ഓക്കെ, അപ്പോൾ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് എന്താണ് സ്ട്രേ ഡോഗ്സ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട് വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? പഴക്കച്ചവടക്കാരനുണ്ടായിരുന്നു, ഒരു ടീ സ്റ്റാൾ ഉണ്ടായിരുന്നു. വേറെ അങ്ങനെ വലിയ കച്ചവടമൊന്നും ഇല്ലാത്തൊരു ചെറിയ സ്റ്റേഷനായിരുന്നു ദിസ് ഡിയോളി. നമ്മുടെ നായകനും നായികയും തമ്മിൽ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നമ്മുടെ നായിക ദ ഗേൾ ആസ്ക്ഡ് ദി ഹീറോ നറേറ്റർ, ഡു യു വാണ്ട് എ ബാസ്കറ്റ്? ഓക്കെ, ഷി ആസ്ക്ഡ്. ദേ ആർ മെയ്ഡ് ഓഫ് ദ ഫൈനസ്റ്റ് കെയിൻ. കെയിൻ എന്ന് പറഞ്ഞ ചൂരൽ, നല്ല ചൂരൽ കൊണ്ടുണ്ടാക്കിയ നല്ല കൊട്ടയാണ്, നിങ്ങൾക്ക് വേണോ എന്നുള്ളതാണ്. ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ ദ ഗേൾ. I watched her until the signal box came in way and the jungle hid the station, but I could still see her standing there alone. ഇവിടെ ഓതർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിയോളി പറഞ്ഞ സ്റ്റേഷന് ശേഷം ഒരു ജംഗിളാണ്, ഒരു കാടാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ആരും കയറാനും ഇറങ്ങാനോ ഒന്നും ഇല്ലാത്തൊരു സ്റ്റേഷനാണ് ഡിയോളി. എന്നാലും അവിടെ കുറച്ച് സമയം ട്രെയിൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഇയാൾ പറയാണ്, ഇയാൾ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് അവിടെ സ്റ്റേഷനിൽ നിൽക്കുന്നത് കണ്ടു അല്ലേ? അപ്പോൾ സിഗ്നൽ വരുന്നത് വരെ അവൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അയാൾക്ക് തോന്നുകയാണ് എന്താണ്, ബട്ട് ഐ കുഡ് സ്റ്റിൽ സീ ഹെർ സ്റ്റാൻഡിങ് ദെയർ അലോൺ. ഇപ്പോഴും അയാൾക്ക് തോന്നുകയാണ് ഡിയോളിയിൽ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട് എന്ന്. ബിക്കോസ് ദാറ്റ് ഇമേജ് ഈസ് സോ ഡീപ്പ് in his mind. I was determined that I wouldn't stand helplessly before her, hardly able to speak or do anything about my feeling. ഇപ്പോൾ നമ്മുടെ ഓതറിന് വേണമെങ്കിൽ he could have confessed his love towards her. പക്ഷെ അയാൾ ഒരിക്കലും അത് പറഞ്ഞില്ല. മേ ബി അയാളുടെ ആ ഏജ് കൊണ്ടായിരിക്കാം, ആ ഒരു ചെറിയ പ്രായമായതുകൊണ്ടായിരിക്കാം, ഡിസിഷൻ മേക്കിംഗ് പവർ ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. എനിവേ, ഇറ്റ് വാസ് എ ലോസ്റ്റ് ലവ്. What could I do about finding a girl I had seen only twice, who had hardly spoken to me, and about whom I knew nothing, absolutely nothing, but from whom I felt a tenderness and responsibility that I had never felt before?
ഇപ്പോൾ ദിസ് വാസ് ദ ട്രാജിക് പോയിന്റ്. എന്താന്ന് വെച്ചാൽ മൂപ്പര് 2 പ്രാവശ്യം ആ ഗേളിനെ കണ്ടു. ആൻഡ് ഹി ഹാസ് ഫാളൻ ഇൻ, ഡെഫിനറ്റ്ലി ഹി ഹാസ് ഫാളൻ ഇൻ ലവ് വിത്ത് ഹർ. പക്ഷേ പിന്നെ ഇയാൾ വെക്കേഷന് വരുമ്പോൾ നമ്മുടെ ഓദർ പറയുന്നുണ്ട്, ഇയാൾ വെക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ഹി വാസ് വെരി മച്ച് എൻതൂസിയാസ്റ്റിക്. കാരണം ആ ഗേളിനെ കാണാലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു നമ്മുടെ ഓദറിന് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സമയത്ത് വരുന്ന സമയത്ത് ഹി കുഡിൻറ്റ് സീ ദാറ്റ് ഗേൾ അല്ലേ. അപ്പോൾ അയാൾ സ്റ്റേഷനിലൊക്കെ ഇറങ്ങി നോക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അവൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഇയാൾ ചിന്തിക്കുകയാണ്, ഇയാൾക്ക് എന്ത് ചെയ്യായിരുന്നു, ആരോടെങ്കിലും അന്വേഷിക്കായിരുന്നു ആ പെൺകുട്ടിയെ പറ്റിയിട്ട്. പക്ഷെ അവൾ ഒരു എന്താണ്, ഐ ഹാഡ് സീൻ ഓൺലി ട്വൈസ് അല്ലേ, വേറെ 2 പ്രാവശ്യം മാത്രമാണ് ആ പെൺകുട്ടിയെ കണ്ടിട്ടുള്ളൂ. അവളെ പറ്റി ഒന്നും അറിയില്ല. അവളായിട്ട് സംസാരിച്ചിട്ടുണ്ട് റിഗാർഡിങ് ദ ബാസ്ക്കറ്റ് റൈറ്റ്. പക്ഷേ എന്താണ്, വേറൊന്നും ഇയാൾക്ക് അറിയില്ല ആ പെൺകുട്ടിയെ പറ്റി. ബട്ട് ഇറ്റ് വാസ് ഫോർ ഷുവർ ഹി ഹാസ് ഫാളൻ ഇൻ ലവ് വിത്ത് ഹർ. Somehow I couldn't bring myself to break journey at Deoli and spend a day there. ഇയാൾ പിന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ്, എന്തുകൊണ്ട് ഞാനൊരു ദിവസം ആ ഡിയോളിയിൽ സ്പെൻഡ് ചെയ്തില്ല. അവിടെ ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഡിയോളിയിൽ ഇറങ്ങിയിട്ട് എനിക്കൊരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് ആ പെൺകുട്ടിയെ പറ്റിയിട്ട് അന്വേഷിക്കായിരുന്നു. സംഹൗ ഹി കുഡ് ഹാവ് ഫൗണ്ട് ഹർ. പക്ഷേ ഹി ഡിഡിൻറ്റ് ഡു ദാറ്റ്. അപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു എന്ന് നമ്മുടെ ഓത്തറിന് തന്നെ അറിയില്ല. എന്തായാലും നമ്മുടെ സ്റ്റോറി ഒരു ലോസ്റ്റ് ലവിൻ്റെ കഥയാണ്. കുറേ കാലങ്ങൾക്ക് മുൻപ് വെൻ ഹി വാസ് ഇൻ കോളേജ് ഒരു ലവ് അഫെയർ, ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് എ ലവ് അഫെയർ, ജസ്റ്റ് ആൻ ഇൻഫാച്വേഷൻ അതുണ്ടായി ഒരു പെൺകുട്ടിയുടെ അടുത്ത്. ബട്ട് അയാൾക്കത് റിവീൽ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു വിഷമം ഇപ്പോഴും അയാളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമ്മുടെ ഓദർ പറയുന്നത്. മേ ബി ഇറ്റ് ഈസ് ഓട്ടോബയോഗ്രഫിക്കൽ ഓർ നോട്ട്, ഓക്കെ. മേ ബി ദി ക്യാരക്ടർ or the hero narrator is an imaginary character. അല്ലെങ്കിൽ ഇയാളുടെ വല്ല ഫ്രണ്ട്സും ഒക്കെ ആവാം, അവരുടെ എക്സ്പീരിയൻസ് ആവാം, കഥ എഴുതുന്ന ആൾക്കാരാണല്ലോ. എനിവേ, ഇവിടെ നമ്മുടെ ഓദറിൻ്റെ ആ ഒരു ലോസ്റ്റ് ലവിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് ആ പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്തതും ആ പെൺകുട്ടിയെ പെട്ടെന്ന് കാണാതായപ്പോൾ അവളെ പറ്റി അന്വേഷിക്കാതിരുന്നതും ഒക്കെ ഇപ്പോൾ ഒരു വല്ലാത്തൊരു ലോസ്റ്റ് ആയിട്ട് അയാൾക്ക് തോന്നുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വേറെ ഉണ്ട്, അപ്പോൾ രണ്ടും നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.